Welcome to all. Today discuss about Karl Pearson coefficient of correlation. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയൊക്കെയാണ് കോറിലേഷൻ്റെ ഡിഗ്രി മെഷർ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ്സ് നമ്മൾ കണ്ടു. സ്കാറ്റർ ഡയഗ്രാം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കോയിഫിഷ്യൻ ഓഫ് കോറിലേഷൻ. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് 3 വ്യക്തികളുടെയുള്ള ഫോർമുലാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ദ കാർൽ പിയേഴ്സൺ കോയിഫിഷ്യൻ ഓഫ് കോറിലേഷൻ. കാർൽ പിയേഴ്സൺ എന്ന ഒരു വ്യക്തിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഈ കോയിഫിഷ്യൻ ഓഫ് കോറിലേഷൻ. നമ്മളിതിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കോറിലേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ കോയിഫിഷ്യൻ ഓഫ് കോറിലേഷൻ, ദാറ്റ് ഇസ് ആർ, ലൈസ് ബിറ്റ്വീൻ ദ -1 ആൻഡ് +1. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1ൻ്റെയും +1ൻ്റെയും ബിറ്റ്വീൻ ആയിരിക്കും ഈ കോറിലേഷൻ്റെ റേഞ്ച് വരുന്നത്. അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, കാരണം നമുക്കിപ്പോൾ കറക്റ്റ് +1 അങ്ങനെ കിട്ടില്ല, അതിനെന്തെങ്കിലും പോയിൻറ്റിന് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അത് വരികയാണെങ്കിൽ നമുക്കത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് ആറിൻ്റെ വാല്യൂ +1 ആണെങ്കിൽ നമുക്കതിനെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഇനി അതല്ല, നമുക്ക് കിട്ടുന്ന ആറിൻ്റെ വാല്യൂ +0.75 ടു +1 ആണെങ്കിൽ ഹൈ ഡിഗ്രി പോസിറ്റീവ് കോറിലേഷൻ എന്നും, ഇനി അത് +0.50 ടു +0.75 അതിന് നമ്മൾ മോഡറേറ്റ് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി അപ് ടു +0.50 ആണെങ്കിൽ ലോ ഡിഗ്രി ആയിരിക്കും, കാരണം കോറിലേഷൻ വളരെയധികം കുറവായിരിക്കും. ഇനി നെഗറ്റീവിലേക്കാണ് കിടക്കുന്നതെങ്കിൽ, അതായത് -1 ആണെങ്കിൽ അതിനെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇതേപോലെ തന്നെ ഇതിലും ഹൈ, മോഡറേറ്റ് ആൻഡ് ലോ ഉണ്ട്. -0.75 ടു -1 വരെയാണ് നമുക്കതിൻ്റെ ആ റേഞ്ച് കിട്ടുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ നിൽക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ എന്നും, -0.50 ടു -0.75 ആണെങ്കിൽ മോഡറേറ്റ് ലെവലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇനി അത് അപ് ടു -0.50 ആണെങ്കിൽ എന്തായിരിക്കും, ലോ ഡിഗ്രി നെഗറ്റീവ് കോറിലേഷനാണ്. ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന വാല്യൂ അത് ഹൈ ലെവലാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മളതിന് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമ്മൾ ഈ ഒരു ടേബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് എങ്ങനെയാണോ നമുക്ക് റേഞ്ച് വരുന്നത് അതിനനുസരിച്ച് നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് കോറിലേഷൻ്റെ വാല്യൂ -1ൻ്റെയും അതുപോലെ തന്നെ +1ൻ്റെയും ബിറ്റ്വീൻ ആയിരിക്കും ഉണ്ടാവുക. ഇൻ കേസ് ചിലപ്പോൾ ഒരു കോറിലേഷൻ ഉണ്ടായിരിക്കില്ല, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാർൽ പിയേഴ്സൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അതിൽ 3 മെത്തേഡുകളായിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് കാർൽ പിയേഴ്സൺ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 3 വേസ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അരിത്മെറ്റിക് മീൻ. നമ്മൾ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അസ്യൂംഡ് മീൻ. ഇങ്ങനെ 3 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാർൽ പിയേഴ്സൻ്റെ ഇക്വേഷന് അപ്ലൈ ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ അസംഷൻസ്, അതായത് ഈ കാർൽ പിയേഴ്സൻ്റെ കോയിഫിഷ്യൻ ഓഫ് കോറിലേഷൻ്റെ കുറച്ച് അസംഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മുടെ കളക്ട് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ഡാറ്റ എപ്പോഴും കളക്ട് ചെയ്യുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് വാരിയബിൾ ആയിരിക്കണം. ഒരു ലീനിയർ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞിരുന്നു ടൈപ്സിൽ. എന്താണ് ലീനിയർ കോറിലേഷൻ? എന്താണ് ലീനിയർ കോറിലേഷൻ? ഒരു കോൺസ്റ്റൻറ്റ് ചേഞ്ച് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇവിടെയും ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ 2 വാരിയബിൾസ് തമ്മിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആയിരിക്കണം വരുന്നത്. ദെൻ പെയർഡ് ഒബ്സർവേഷൻ ആയിരിക്കണം, അതായത് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഉണ്ടാവും, അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ഉണ്ടായിരിക്കും. എന്നാലാണ് നമുക്കൊരു നല്ല രീതിയിൽ ആ ഒരു കോറിലേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്തത് ആബ്സെൻസ് ഓഫ് ഔട്ട്ലയേഴ്സ്. അതായത് നമുക്ക് എക്സ്ട്രീം വാല്യൂസ് പുറത്തു നിന്ന് എന്തെങ്കിലും
ഡാറ്റ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരിക്കലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മളതിൻ്റെ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇത് മെയിനായിട്ട് നമ്മളിതിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമുക്ക് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദീസ് ആർ ദ മെയിൻ അസംഷൻസ് ഓഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു മെത്തേഡ് 3 ടൈപ്പായിട്ട് നമുക്ക് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, അതായത് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്യുക. മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ വാല്യൂ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അസ്യൂംഡ് മീനായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് 3 ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോറിലേഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് R = n മീൻസ് നമ്പർ ഓഫ് ഒബ്സർവേഷനാണ്. നമുക്ക് എത്ര സെറ്റ് വാരിയബിൾ തന്നിട്ടുണ്ട് നമ്മൾ നോക്കും. വേരിയബിൾ അല്ല, എത്ര ഒബ്സർവേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നോക്കും. അതാണ് n എന്ന് പറയുന്നത്. ഇൻറ്റു സിഗ്മ XY. എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ, y എന്ന് പറഞ്ഞാൽ അനദർ വേരിയബിൾ. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ x ഇൻറ്റു y, അതിൻ്റെ ടോട്ടൽ നമ്മളെടുക്കും. മൈനസ് സിഗ്മ x ഇൻറ്റു സിഗ്മ y divided by root of n into sigma x square minus sigma x all square root of n into sigma y square minus sigma y all square. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് എക്സും വൈയും തരും, ദെൻ അതിൻ്റെ എക്സ് ഇൻറ്റു വൈ ചെയ്യുക, അതേപോലെ തന്നെ എക്സ് സ്ക്വയർ കാണുക, വൈ സ്ക്വയർ കാണുക, ദെൻ സിഗ്മ എക്സ് വൈ സ്ക്വയർ കാണുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ റിലേറ്റഡ് ടു ദ ഏജ് ഓഫ് ദ 10 couples, സ്റ്റേറ്റ് വെദർ ദർ ഈസ് എനി കോറിലേഷൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. നമുക്ക് 10 കപ്പിൾസിൻ്റെ ഏജാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഏജസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഏജിൻ്റെ കോറിലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ, അത് ഹൈ ഡിഗ്രി ആണോ, പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഹസ്ബൻഡ് നമ്മൾ എക്സ് ആയിട്ടും വൈഫിനെ നമ്മൾ വൈ വേരിയബിളായിട്ടാണ് നമ്മളിനി കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ എക്സും വൈ, അതായത് ഹസ്ബൻഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഏജ് നമ്മൾ എക്സ് ആയിട്ടും വൈഫിൻ്റെ ഏജ് വൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതാ നമ്മൾ ആ വാല്യൂസ് നമ്മൾ എടുത്തെഴുതാം. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ ആണ്. അതായത് എക്സിൻ്റെ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 24 ആണ് അല്ലേ. അപ്പോൾ 24ൻ്റെ സ്ക്വയർ കാണാം, അതായത് 24 ഇൻറ്റു 24, അതാണ് നമ്മളിവിടെ എക്സ് സ്ക്വയർ എന്ന് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്തത് 26 ആണുള്ളത്. അപ്പോൾ 26ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ 26 ആണ് അടുത്ത ഏജ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ 1 ബൈ 1 നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അടുത്തത് എന്ത് ചെയ്യണം, വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. വൈ എന്ന് പറയുന്നത് വൈഫിൻ്റെ ആണ്. അതിൻ്റെ ഫസ്റ്റത്തെ ഏജ് എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ എന്ത് വരും, 22 ഇൻറ്റു 22, അതാണ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 484 കിട്ടും. അത് കഴിഞ്ഞാൽ അടുത്തത് 22ൻ്റെ സെയിം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്ന ഏജ്. അത് കഴിഞ്ഞാൽ 23. അപ്പോൾ 23യുടെ വൈ സ്ക്വയർ കാൽക്കുലേറ്റ് എങ്ങനെയായിരിക്കും, 23 ഇൻറ്റു 23. അങ്ങനെ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്കുള്ളത് എക്സ് സ്ക്വയർ ആണ്, സോറി എക്സ് വൈ ആണ്. എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റു ചെയ്യുക. ഇതിൽ എക്സ് എന്ന് പറയുന്നത് 24, വൈ എന്ന് പറയുന്നത് 22 ആണ്. അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 24 ഇൻറ്റു 22. അപ്പോൾ നമുക്ക്
528 കിട്ടി. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത വേരിയബിൾ ഏതാണ് വരുന്നത്, അല്ലെങ്കിൽ ഏജ് വരുന്നത് 26ഉം 22 ആണ്. അപ്പോൾ നമ്മൾ 26 × 22, അപ്പോൾ 572. അങ്ങനെ നമുക്ക് ഓരോ എന്താ പറയുക കോളത്തിലേക്ക് നമ്മളതിൻ്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടിയും പറയാം, നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതാണ് നമുക്ക് 2 വേരിയബിൾസ് ആയിട്ടുള്ളത്. അതിൽ എക്സ് ആയിട്ട് നമ്മൾ ഹസ്ബൻഡിനെയും വൈ വേരിയബിളായിട്ട് വൈഫിൻ്റെയും ഏജസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് എക്സ് സ്ക്വയറാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് എന്താ പറയുക കോളത്തിലുള്ള വാല്യൂസിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വൈഡും ഇതേപോലെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് കോളത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഇൻറ്റു വൈ, അത് രണ്ടും കൂടി നമ്മൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ ഓരോന്നിനും ഇപ്പോൾ 10 കപ്പിൾസിൻ്റെ ഏജസ് ആണ് തന്നത്, അങ്ങനെ 10 കപ്പിളിൻ്റെ നമ്മൾ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഫൈനലി നമുക്ക് ചെയ്യേണ്ടത് എല്ലാ കോളത്തിൻ്റെയും ടോട്ടൽ ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കണ്ടോ, നമ്മളിതിൻ്റെ അവസാനം അതിൻ്റെ എല്ലാ ടോട്ടലും നമ്മൾ, അതായത് സിഗ്മ എക്സ്, സിഗ്മ വൈ, ദെൻ സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ ആൻഡ് സിഗ്മ എക്സ് വൈ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും ടോട്ടൽ നമ്മൾ ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടാണ് പോണത്. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക്, അതായത് എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, ആർ സ്ക്വയർ ഈക്വൽ ടു എൻ. എൻ എന്ന് പറയുന്നത് എത്ര വരും, 10, കാരണം 10 കപ്പിൾസിൻ്റെ ഏജസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എൻ എത്ര വരിക, 10. ഒബ്സർവേഷൻ എത്ര ഒബ്സർവേഷൻ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 10 ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ സിഗ്മ എക്സ് വൈ, സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ടോട്ടൽ ടേബിളിൻ്റെ എല്ലാം ടോട്ടലാണ് ഉദ്ദേശിക്കുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. മൈനസ് സിഗ്മ എക്സ്, അതായത് എക്സ് കോളത്തിലുള്ള അതിൻ്റെ ഫൈനൽ ടോട്ടൽ, അതുപോലെ തന്നെ സിഗ്മ വൈ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ, ഇനി റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ, ദെൻ റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അതിനെ സിംപ്ലിഫൈ ചെയ്യാണ്. ഇപ്പോൾ 10 × 11,904 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ ഇൻറ്റു ചെയ്യുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഫൈനലി നമുക്ക് എന്ത് ആൻസർ കിട്ടും, 0.990. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, correlation, there is any correlation between age of husband and wife. correlation ഉണ്ടോ, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ കോറിലേഷൻ ഉണ്ട്, കാരണം നമുക്ക് പോസിറ്റീവായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് +1-ൻ്റെയും അത് -1-ൻ്റെയും ഉള്ളിൽ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ കോറിലേഷൻ ഉണ്ട്. ഇനി അത് ഹൈ ഡിഗ്രി ആണോ, ഇപ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ കിട്ടിയതുകൊണ്ട് പോസിറ്റീവാണെന്ന് മനസ്സിലായി. ഇനി അത് ഹൈ ആണോ, ലോ ആണോ, മോഡറേറ്റ് ആണോ നോക്കണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ടേബിൾ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ എബവ് 0.75 ആണെങ്കിൽ അതെന്താണ്, ഹൈ ഡിഗ്രി പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ രണ്ട്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഏജുകൾ തമ്മിൽ ഹൈ ഡിഗ്രി കോറിലേഷനാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്, അതായത് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇക്വേഷൻ നിങ്ങൾക്ക് പക്കയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാമെങ്കിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഓരോ കോളത്തിലേക്ക് നമ്മൾ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫൈനലി നമ്മൾ അതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ദെൻ ഫൈനലി അത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്ത 2 മെത്തേഡുകൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.